ദാ ഇവിടെ രണ്ടുപേരും മിഷ്യൻ വെച്ച് പറപ്പിക്കുകയാണ്. ദാ നോക്കിയേ. അനന്തപുരി ബ്രഷ് കട്ടേഴ്സിന്റെ വർക്ക് ഒരു കിടിലം പ്ലാവിൻ തോട്ടത്തിലാണ്. പ്ലാവിൻ തോട്ടം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതുപോലെയുള്ള പ്ലാവിൻ തോട്ടം കണ്ടിട്ടില്ല. നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തൊക്കെ ഒരു 4-5 പ്ലാവ്. അനന്തപുരി ബ്രഷ് കട്ടേഴ്സിന്റെ ഇന്നത്തെ വർക്ക് നമ്മുടെ ബാലരാമപുരം കൊടങ്ങാവള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ തോട്ടം നമ്മളൊരു 2-3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ടമാണ്. ഇത്രയും നീറ്റായിട്ടൊരു തോട്ടം എനിക്ക് തോന്നുന്നു ഇതുവരെയും പണി ചെയ്തിട്ടില്ല. കാരണം അവർ ആ തറയെല്ലാം കറക്റ്റ് നേരത്തെ നമുക്ക് വർക്ക് ചെയ്ത് സ്പീഡിൽ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഏകദേശം 1 ഏക്കർ ചില്ലറയുണ്ട്. അത് ഇന്ന് നമ്മൾ 6 മണിയോട് കൂടി തീർക്കും. 2 പേരാണ് വർക്ക് ചെയ്യുന്നത്. 2 പേരുടെ വർക്ക് കൊണ്ട് ഏകദേശം 6 മണിയോട്. കാരണം ഈ 6 മണിക്ക് 1 ഏക്കർ തീരണമെന്നില്ല. ഈ സ്ഥലത്തിൻ്റെ കുണ്ടും കുഴിയൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് വർക്ക് ചെയ്യുന്നത്. ചിലവരിക്കും 1 ഏക്കർ നിങ്ങൾ അവിടെ തീർക്കുമെന്ന് പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ വസ്തുവിനെ അപേക്ഷിച്ചിരിക്കും നമ്മുടെ മണിക്കൂർ പോകുന്നത്. നല്ല അടിപൊളി ഒരു പ്ലാവിൻ തോട്ടമാണ്. നല്ല ഇതിൻ്റെ ഗ്രേഡ് പ്ലാവിൻ തൈകളാണ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ വന്നപ്പോഴേ 1 ഏക്കർ സ്ഥലത്തിൽ 300ഓളം പ്ലാവുകളാണ് വെച്ചിരിക്കുന്നത്. എല്ലാം ബഡ് പ്ലാവുകളാണ് കേട്ടോ. 2 വർഷം കൊണ്ട് കാച്ചതാണ് എല്ലാം. കണ്ടപ്പോൾ തന്നെ ഒരു കൗതുകം തോന്നി. സാധാരണ 1 ഏക്കർ ഉള്ളവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും, റബ്ബർ മരം വെക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇവരങ്ങനെയല്ല ചിന്തിച്ചത്, നമുക്ക് കുറേ പ്ലാവുകൾ നട്ടുപിടിപ്പിക്കാമെന്ന്. 2 വർഷം കൊണ്ട് എല്ലാ പ്ലാവുകളും കാച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് അതിശയം തോന്നി, ഇത് വേറൊരു പ്ലാവാണ്. ദൂരിയ ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുവരെ കാച്ചില്ല. അതിൻ്റെ ഇല എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും ഒരു പ്ലാവിലും കണ്ടിട്ടില്ല. ഇത് ദൂരിയ എന്ന ഇനത്തിൽപ്പെട്ട ഒരു ചക്ക പ്ലാവിൻ്റെ തൈയാണ്. പ്ലാവിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എന്തോ ഇലയാണെന്ന് വിചാരിക്കും. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാവിൻ്റെയാണ്. അപ്പോൾ എന്തായാലും ഇത് കായ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ദൂരിയ ഇനത്തിൽപ്പെട്ടതാണ്. ഞാനും ആദ്യമായിട്ട് കണ്ടതാണ്. ഇതുവരെയും ഇങ്ങനെയുള്ള ഒരു പ്ലാവിൻ തൈ കണ്ടിട്ടില്ല. ഇത് നട്ടിട്ട് 4 വർഷമായി. ഇതുവരെയും കായ്ച്ചിട്ടില്ല. വളമൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഇത് കണ്ടിട്ട് പ്ലാവാണെന്ന് പറയാൻ തോന്നുകയില്ല കേട്ടോ. അപ്പോൾ അത് വെറൈറ്റി ആയിട്ടാണ് നിൽക്കുന്നത്. പ്ലാവുകളെല്ലാം കുഴിപ്പള്ളം ഗാർഡനിൽ നിന്നാണ് അവർ വാങ്ങി നട്ടിട്ടുള്ളത്. ഇതൊക്കെ കാഴ്ച കിടക്കുക. ഇതൊക്കെ കിട്ടുമോ? തറ കിട്ടില്ല. ഇത് ഈ തറയിലെ ഈ ഒരു സൈസ് കറുത്ത അട്ട ഉണ്ട്. ഈ അട്ട കുത്തും. അട്ട കുത്തി കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് ഇല്ലാതെ അങ്ങ് പോകും. അതൊന്നും നടക്കൂല. നമ്മൾ അപ്പൊ ഈ പ്ലാവുകളെല്ലാം ഒന്നിച്ചാണ് വെച്ചത്. പ്ലാവ്, ഗ്രാമ്പ്, പ്ലാവ്, എന്തൊക്കെ ഉണ്ട് ഇവിടെ? ഗ്രാമ്പുണ്ട്, ശീമപ്ലാവുണ്ട്, റംബൂട്ടാനുണ്ട്, മാവുണ്ട്. അപ്പൊ ഇതിന്റെ കായ്ഫലങ്ങളെല്ലാം നിങ്ങള് ഇവിടെ വരുന്നവർക്കാണ് വിൽക്കുന്നത്, അത് അടങ്കൽ കൊടുക്കും? ഇല്ല, ഇവിടെ വരുന്നവർക്ക് തന്നെ. ഇവിടെയൊക്കെ വന്ന് ചോദിക്കും അല്ലേ? വന്ന് ചോദിക്കും. ചക്കയൊക്കെ എങ്ങനെ, നല്ല ടേസ്റ്റ് ഉണ്ടോ? ചക്കയൊക്കെ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഓരോ ചക്കയും ഓരോ വെറൈറ്റിയാണ്. അപ്പൊ എല്ലാം എത്ര വർഷം കൊണ്ട് കാച്ചു? ഇത് മുകളിലോട്ടൊക്കെ 2 വർഷമൊക്കെ ആയപ്പോ കാച്ചു. ഇവിടെ ഇനിയും കായ്ക്കാനൊക്കെ ഉണ്ട്. ഇത്രയായിട്ട് കായ്ച്ചില്ല. ഇപ്പൊ കളകളൊക്കെ പറഞ്ഞേ ഉള്ളൂ. എന്നാൽ ഈ പ്ലാവ് നട്ടിട്ടേ ഒരു 2 വർഷമായപ്പോ കാച്ചോ? 2 വർഷമായപ്പോ കാച്ചു. എന്ത് വളമാണ് ഇടുന്നത്? ഇതിന് എല്ലുപൊടി വളം ഇടും. പിന്നെ ഇവിടെ നമുക്ക് ഈ കൊന്നത്തോല് കിട്ടും. തോല് ഈ മരത്തിൽ നിന്ന് വെട്ടി കണ്ടത് തോല്. ഈ തോലിനെ വെട്ടി ഇറക്കി വെക്കും. ഇതുപോലെ പുല്ല് വെട്ടുന്ന സമയത്ത് ഈ പുല്ലിനെ വലിച്ചു വെച്ച് ഇതിനെ ഓടിച്ചതിന്റെ മുകളിൽ വെച്ചോണ്ടിരിക്കും. മാമ ഇവിടെ ഇതെല്ലാം തോട്ടം നോക്കുന്ന ആളാണ്? ഞാൻ വേറെ പണിക്ക് പോകും. ഇവിടെ പണി കുറവായിരിക്കും, വേറെ പണിക്ക് പോകും. അപ്പൊ പണി വർക്കൊക്കെ എങ്ങനെയുണ്ട് അവരെ? വർക്ക് പ്രശ്നം കുഴപ്പമൊന്നുമില്ല. സ്ഥിരമായിട്ട് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് അവരല്ലേ ചെയ്യുന്നത്? സ്ഥിരമായിട്ട് അവര് തന്നെ ചെയ്യണം. സത്യത്തിൽ അവര് ഒത്തിരി ആഗ്രഹത്തോടെ ഇഷ്ടം കൊണ്ട് വെച്ചതാണ് ഈ പ്ലാവിന്റെ ഒരു തോട്ടം. അവർക്ക് ഇങ്ങനെ ഒരു തോട്ടം സെറ്റ് ചെയ്ത് എടുക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമാണ് അവർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഏതോ പാർക്കിൽ നിൽക്കുന്ന ഫീലാണ്. ഇതെല്ലാം അവരുടെ ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തായാലും ആ ആഗ്രഹം സഫലമാക്കിയിട്ടുണ്ട് അവരെ. രാവിലെ 8 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം പകുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫാസ്റ്റ് വർക്കാണ്. നമ്മൾ താർക്കാൻ പോവാം. എപ്പോഴും പ്രൊഫഷണൽ വർക്കിനായിട്ട് നമ്മുടെ ഹൈ ക്വാളിറ്റി മെഷീൻ മാത്രമേ യൂസ് ചെയ്യാവൂ. ഞാൻ പോകുന്ന മിക്കവാറും സൈറ്റുകളിലെല്ലാം മെഷീനുണ്ട്. അതൊക്കെ ഏകദേശം 10,000 രൂപ 12,000 രൂപയുടെയൊക്കെ മെഷീനാണ്. അത് കണ്ടിന്യൂ വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ നോൺ സ്റ്റോപ്പ് വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും പർപ്പസ് കൂടിയ ഹെവി ഡ്യൂട്ടി മെഷീൻ തന്നെ മേടിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഹോണ്ടയുടെയൊക്കെ കുറഞ്ഞ മെഷീനാണ്. അപ്പോൾ അത് കണ്ടിന്യൂ വർക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ഹസ്ക്യൂറിനയുടെ മെഷീനാണ്. അപ്പോൾ അത് ഹെവി ഡ്യൂട്ടിയാണ്. നോൺ സ്റ്റോപ്പൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്.